ഹലോ എവരി വൺ, എല്ലാവർക്കും സച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ വിഭവമാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിന് ആദ്യം നാഴി ചെറുപയർ എടുക്കുന്നു. നാഴി ചെറുപയർ, അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗോതമ്പും കൂടെ ഇടാറുണ്ട്, അതുകൊണ്ടാണ്. നാഴി ഗോതമ്പ്, നാഴി ചെറുപയർ, നാഴി ഗോതമ്പ് തുല്യ അളവിലെടുത്തിട്ടുണ്ട്. ഇനി നാഴി കൊള്ളും കൂടെ എടുക്കണം. നാഴി ഗോതമ്പ്, നാഴി ചെറുപയർ, നാഴി കൊള്ള്, ഇവ മൂന്നും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. മൂന്നും നന്നായി വറുത്തെടുത്തിട്ട് ഒന്നിച്ചിട്ടിട്ട് പൊടിക്കണം. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വറുത്ത 3 ചേരുവകളും കൂടിയിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് തിരിച്ചു വരാം. നമ്മുടെ വറുത്ത പയർ വർഗ്ഗങ്ങൾ ഇത്രയുമുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 2 ഉണ്ട ശർക്കരയാണ് ഉരുക്കാൻ പോകുന്നത്. ഇത് പൊടിക്കണതിന് മുമ്പ് ഞാൻ ശർക്കര പാനിയാക്കാൻ വേണ്ടി വയ്ക്കുന്നു. 2 മുഴുവൻ ഉണ്ട ശർക്കര അങ്ങനെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചൂട്ടോടുകൂടി ഈ പൊടിയിലിട്ടിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ശർക്കര കൂടും കുറയും ഒക്കെ ചെയ്യും. അപ്പോൾ ഏകദേശം ഈ ഒരു പ്ലേറ്റിൽ, അതായത് 3 നാഴിക്ക് ഞാൻ 2 ഉണ്ട ശർക്കര ഞാൻ ഒരുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഉണ്ട ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അത് ഉരുകാനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് പൊടിക്കാം. ഇത് പൊടിക്കുമ്പോൾ ഒരു 5-6 ഏലക്ക, അതായത് ഒരു 10 ഏലക്കയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നല്ല മണമായിരിക്കും. ഇത് ഞാൻ കുറച്ച് തരിതരിപ്പായിട്ട് പൊടിക്കുന്നുണ്ട്. നമ്മുടെ ശർക്കര ഉരുകി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞാനിത് പൊടിച്ചുകൊണ്ട് വരും. അത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പുട്ടുപൊടിയുടെ പാകത്തിൽ ആണ് പൊടിച്ചിരിക്കുന്നത്. കുറച്ച് മാവായിട്ടും കുറച്ച് തരിതരിപ്പായിട്ടും ഏകദേശം പുട്ടുപൊടിയുടെ പാകത്തിലാണ് പൊടിച്ചിരിക്കുന്നത്. ഈ പാവ് ആയിക്കൊണ്ടിരിക്കുന്ന അത് ഒരു നൂൽപ്പാവത്തിൽ ആവണം. പാവ് ഒരു നൂൽ പരുവത്തിലാവണം. ഇതായിട്ടില്ല, വെല്ല ഉരുകണേ ഉള്ളൂ. ഇതിലേക്ക് ഈ വെല്ല ഉരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് അരിച്ചെടുക്കണം. ഇതിൽ കല്ലുണ്ടാവും, അരിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ കട്ട് ചെയ്ത ചെറിയ പീസുകളാക്കി ഇട്ടിട്ട് ഇടണം. നമ്മുടെ വെല്ലം പാനിയായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചെറുതായി നുറുക്കിയത് 1 കപ്പ്, ഈ കപ്പിലേക്ക് 1 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാവ് കുറച്ചുകൂടെ മൂക്കാനുണ്ട്. പാവ് ഒന്നുകൂടെ മൂക്കേണ്ട ആവശ്യമുണ്ട്. അത് കാരണം കുറച്ച് സമയം കൂടി നമുക്ക്, പാവ് വെള്ളം പോലെ ആയിട്ടേ ഉള്ളൂ. ഇത് അരിച്ചു കഴിഞ്ഞ് ഞാൻ ഇതിലത്തെ കല്ലൊക്കെ നീക്കം ചെയ്തിട്ട് ഇതൊരു നൂൽ പരുവാവണം. നമ്മുടെ പാവ് റെഡി ആയിട്ടുണ്ട്. അത് നല്ല കമ്പി നൂൽ പാകമായിട്ടുണ്ട്. ഈ പാവ് കുറേശ്ശെയായിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം. മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ചെറിയ ഉരുളകളായിട്ട് പിടിക്കണം.
ഒരു വിളങ്കായ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. പൊട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവും. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു വിളങ്കായാണത്. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.